ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതെ, എന്റെ മോനൊരു പാവോ. സ്നേഹിക്കാൻ തുടങ്ങിയ അവൻ ഭ്രാന്തമായിട്ട് സ്നേഹിക്കും. മോളെ അവനെ പൊന്നുപോലെ നോക്കിക്കോളും, എനിക്ക് ഉറപ്പുണ്ട്. ദാ ഇത് പിടിക്കേ. പിടിക്ക്. എന്താ സുമിത്രേ, മോളെ മുറിയിലേക്ക് അയച്ചില്ലേ ഇതുവരെ? ഞാൻ അയക്കാൻ തുടങ്ങായിരുന്നു അമ്മേ. പിന്നെ എന്താ താമസം? മോളെ, നാഗദൈവങ്ങളെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പ്രാർത്ഥിക്കേ. മോള് പൊയ്ക്കൂ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്നത് ഏറ്റവും അനുകൂലമായ അവസ്ഥയിലാണെന്നാണ് ജ്യോത്സ്യന്മാരും പൂജാരികളും എല്ലാവരും പറയുന്നത്. അവരൊക്കെ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചല്ലേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തില് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്റെ കൊച്ചുമോന്റെ ജീവിതം എന്റെ മോള് കൊടുക്കുന്ന സ്നേഹത്തിലാ. ചെല്ലേ. കീർത്തി ഇങ്ങ് വരൂ. എന്താ മുത്തശ്ശി? ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നിനക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയാം. നല്ല കാര്യമാ. ഒരു കാര്യം ചെയ്യേ, ഗാഥ മോളെ നീ തന്നെ നവീന്റെ മണിയറയിലേക്ക് കൊണ്ടുവന്നാക്ക്. എന്താ, പറ്റില്ലേ? പറ്റും മുത്തശ്ശി. ഗാഥ വരൂ. പാവം കുട്ടി. ആദ്യം കണ്ടപ്പോ അതിനിങ്ങനെ ടെൻഷൻ ഉണ്ടാവുന്നൊന്നും ഞാൻ കരുതിയില്ല. അതിനാദ്യം കണ്ട കുട്ടിയല്ലല്ലോ ഇത്. ഗാഥമോൾ ഒരുപാട് മാറിയില്ലേ? ഞാൻ അതാ പറഞ്ഞത്. അതെ അമ്മേ, വല്ലാത്ത മാറ്റമാ ഗാഥമോൾക്ക്. ആ, ഈ അവസ്ഥയിലായിരുന്നു ഗാഥമോളെ ആദ്യം കണ്ടിരുന്നതെങ്കില് കണ്ട ദിവസം തന്നെ ഞാൻ ഇങ്ങ് പിടിച്ചോണ്ട് പോന്നേനെ. എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. നന്നായിരിക്കട്ടെ എല്ലാരും. ദൈവമേ. അതെ, എല്ലാ കാര്യങ്ങൾക്കും ചുറ്റും ആളുണ്ടെന്ന് കരുതി അഹങ്കരിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്തേക്കാ നീ പോകുന്നത്, അത് ഓർമ്മ വേണം. കുട്ടി എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇതൊന്നും സ്വന്തമല്ല. ആർക്കൊന്നും സ്വന്തമല്ലാന്ന് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറില്ലേ? അതുപോലെ പറഞ്ഞേ ഉള്ളൂ.